ഹായ് ഫ്രണ്ട്സ്, മോംസ് വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റും അതുപോലെ ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ടുള്ള നല്ലൊരു ചിപ്സ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ കണ്ടൊന്ന് ലൈക്ക് ചെയ്യണേ. എല്ലാവരും ചെയ്യാതെ അങ്ങ് ഇറങ്ങിപ്പോവുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ലൈക്കൊക്കെ ചെയ്താലേ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുള്ളൂ നമുക്ക്. അല്ലാതെ വെറുതെ വീഡിയോ ഇടാൻ വേണ്ടി ചെയ്യുന്നതല്ല. പിന്നെ നമ്മുടെ പാരായത്യങ്ങളും കഷ്ടങ്ങളും ഒന്നും ആരോടും ഒന്നും പറയാതെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ തോലെല്ലാം ഇതുപോലെ ഒന്ന് പീൽ ചെയ്ത് മാറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് നമ്മൾ കപ്പ അരിയുന്ന പോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്താൽ മതി. പക്ഷേ ആരും ഒത്തിരി പേര് കാണുന്നുണ്ടെങ്കിലും 100 പേര് കണ്ടാലും 5ഉം 6ഉം ലൈക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് തുടർന്ന് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാ ഞാനിത് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വെളിച്ചെണ്ണയില്ല ഞാനിത് വറുത്ത് പോരുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ എണ്ണയും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് വറുത്ത് കോരി എടുക്കുക. അപ്പോൾ പനിയുടെ ചെറിയതുകൊണ്ട് തലവേദനയൊക്കെ ഈ തൊണ്ട ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവുന്ന കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇട്ട് നമുക്ക് നല്ലപോലെ വറുത്ത് മൂപ്പിച്ച് കോരി എടുക്കണം. നമ്മുടെ കപ്പ ചിപ്സൊക്കെ ഇല്ലേ, അതിനേക്കാളും നല്ല രുചിയാണ് കേട്ടോ. അപാര രുചി തന്നെ. ഒരു കട്ടൻ കാപ്പിയുടെ കൂടെ ചായ ആയാലും കട്ടൻ കാപ്പി ആയാലും അല്ലെങ്കിൽ കട്ടൻ ചായ ആയാലും എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ 4 മണിക്ക് നമ്മുടെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാം ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ആ എണ്ണയിലിട്ടൊന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. നല്ലൊരു മണമൊക്കെ കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം, ചിപ്സിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഇതിനൊരു ചെറിയ മധുരവും ഒക്കെ ഉള്ളതല്ലേ, സ്വീറ്റ് പൊട്ടറ്റോ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അതിൽ ഞാനൊരു ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഒത്തിരി കൂടിയാൽ കൊള്ളത്തില്ല. ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നല്ലൊന്ന് മിക്സാക്കി എടുക്കാം. കണ്ടല്ലേ, ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. നല്ല മുരാന്നിരിക്കുക, നല്ല മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുണ്ടാക്കി കൊടുത്താൽ മക്കളെല്ലാം നല്ല ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യും കേട്ടോ. മധുരവും ചെറിയൊരു എരിയും കുഞ്ഞുമക്കൾക്കൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകാൻ, ലൈക്ക് ചെയ്യാനും മറന്ന അഭിപ്രായങ്ങളെല്ലാം. ബൈ.